എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കുട്ടികൾ സാധാരണ തീരെ ശ്രദ്ധ കാണില്ല ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും. അതായത് ഇപ്പം ഓടുമ്പം തറയിൽ വെള്ളം ഉണ്ടെങ്കിൽ വീഴാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുനിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പം തല എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഇടിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ എന്ന് പറയാൻ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസൽ വേർബാണ് വാച്ച് ഔട്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, കുട്ടികൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങത്തില്ലേ, പടികൾ ഇറങ്ങുമ്പോൾ നമ്മൾ പറയത്തില്ലേ പടികൾ സൂക്ഷിക്കണേ, അത് കുത്തനെയുള്ളവയാണ്. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? പടികൾ ശ്രദ്ധിക്കണേ എന്ന് പറയാൻ വാച്ച് ഔട്ട് ഫോർ ദ സ്റ്റെയർസ് എന്ന് പറയാം. വാച്ച് ഔട്ട് ഫോർ ദ സ്റ്റെയർസ്. സ്റ്റെയർസ് എന്ന് പറഞ്ഞാൽ കോവണി പടികൾ എന്നുള്ള മീനിങ് ആണ്. ഇനി അത് വളരെ കുത്തനെയുള്ളവയാണ് എന്നെങ്ങനെ പറയും? കുത്തനെയുള്ളവ എന്ന് പറയുന്നത് സ്റ്റീപ്പ് എന്നാണ്. സോ ഇറ്റ്സ് വെരി സ്റ്റീപ്പ് എന്ന് പറഞ്ഞാൽ അത് വളരെ കുത്തനെയുള്ളവയാണ് എന്നാണ് മീനിങ്. സോ വാച്ച് ഔട്ട് ഫോർ ദ സ്റ്റെയർസ്, ഇറ്റ്സ് വെരി സ്റ്റീപ്പ്. ഇനി അടുത്തത്, നമ്മൾ തറയൊക്കെ തുടച്ചിട്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ അതുവഴി നടക്കുവാണ്. അപ്പം നമ്മൾ അവരോട് പറയത്തില്ലേ സൂക്ഷിച്ച് നടക്കുക, തറയിൽ ഇപ്പോഴും നനവുണ്ട്, ഞാനിപ്പം തറ തുടച്ചതേ ഉള്ളൂ. അതെങ്ങനെ പറയും? സൂക്ഷിച്ച് നടക്കുക അതെങ്ങനെ പറയും? വാക്ക് കെയർഫുള്ളി. വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക, കെയർഫുള്ളി എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച്. സോ വാക്ക് കെയർഫുള്ളി എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് നടക്കുക. തറയിൽ ഇപ്പോഴും നനവുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? ദ ഫ്ലോർ ഇസ് സ്റ്റിൽ വെറ്റ്. ദ ഫ്ലോർ ഇസ് സ്റ്റിൽ വെറ്റ്. ഇപ്പോഴും നനവുണ്ട് എന്ന് പറയാനാണ് സ്റ്റിൽ വെറ്റ് എന്ന് പറഞ്ഞത്. ഇനി ഞാൻ ഇപ്പം തറ തുടച്ചിട്ടേ ഉള്ളൂ എന്നെങ്ങനെ പറയും? ഐ ഹാവ് ജസ്റ്റ് മോപ്ഡ് ദ ഫ്ലോർ. ഐ ഹാവ് ജസ്റ്റ് മോപ്ഡ് ദ ഫ്ലോർ. തറ തുടയ്ക്കുക എന്ന് പറയാനാണ് മോപ്പ് ദ ഫ്ലോർ എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ തറ തുടച്ചതേ ഉള്ളൂ എന്ന് പറയാനാണ് ഐ ഹാവ് ജസ്റ്റ് മോപ്ഡ് ദ ഫ്ലോർ എന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് 2 കുട്ടികളാണെന്ന് വെച്ചു. അപ്പോൾ അവർ 2 പേരുടെ ഒരു ചോക്ലേറ്റിന് വേണ്ടി വഴക്കുണ്ടാക്കുവാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കത്തില്ലേ എന്തിനാണ് ഒച്ച വെക്കുന്നത്, ഞാനിത് നിങ്ങൾക്ക് 2ആയിട്ട് മുറിച്ച് തരട്ടെ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? എന്തിനാണ് ഒച്ച വെക്കുന്നത് എന്ന് ചോദിക്കാൻ വൈ ആർ യു ഷൗട്ടിങ്. വൈ ആർ യു ഷൗട്ടിങ്. ഷൗട്ടിങ് എന്ന് പറഞ്ഞാൽ ഒച്ച വയ്ക്കുക എന്നുള്ള മീനിങ് ആണ്. സോ എന്തിനാണ് ഒച്ച വയ്ക്കുന്നത് എന്ന് ചോദിക്കാനാണ് വൈ ആർ യു ഷൗട്ടിങ്. അത് ഞാൻ നിങ്ങൾക്കായിട്ട് പകത്ത് തരട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ലെറ്റ് മീ സ്പ്ലിറ്റ് ഇറ്റ് ഇൻ ഹാഫ്. സ്പ്ലിറ്റ് ഇറ്റ് ഇൻ ഹാഫ് എന്ന് പറഞ്ഞാൽ അത് 2ആയിട്ട് വിഭജിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ ഞാനത് 2ആയിട്ട് മുറിച്ച് തരട്ടെ എന്ന് ചോദിക്കാനാണ് ലെറ്റ് മീ സ്പ്ലിറ്റ് ഇറ്റ് ഇൻ ഹാഫ്. ഇനി കുട്ടികൾ ഒത്തിരി ചോക്ലേറ്റൊക്കെ കഴിക്കുവാണെങ്കിൽ നമ്മൾ പറയത്തില്ല ഒത്തിരി മിഠായി കഴിക്കരുത്, നിൻ്റെ പല്ല് കേടാകും എന്ന് പറയത്തില്ലേ? അതെങ്ങനെ പറയും? ഒത്തിരി മിഠായി കഴിക്കരുത് എന്ന് പറയാൻ ഡോണ്ട് ഈറ്റ് ടു മെനി ക്യാൻഡീസ് എന്ന് പറയാം. ഡോണ്ട് ഈറ്റ് ടു മെനി ക്യാൻഡീസ്. ക്യാൻഡീസ് എന്ന് പറഞ്ഞാൽ മിഠായി എന്നാണ്. സോ മിഠായി ഒത്തിരി കഴിക്കരുത് എന്ന് പറയാനാണ് ഡോണ്ട് ഈറ്റ് ടു മെനി ക്യാൻഡീസ് എന്ന് പറഞ്ഞത്. നിൻ്റെ പല്ല് കേടാകും എന്ന് പറയാൻ വേണ്ടിയിട്ട് യു വിൽ ഗെറ്റ് ക്യാവിറ്റീസ് എന്ന് പറയാം. യു വിൽ ഗെറ്റ് ക്യാവിറ്റീസ്. നമ്മുടെ പല്ലിൻ്റെ പോടില്ലേ, അതിനാണ് ക്യാവിറ്റി എന്ന് പറയുന്നത്. സോ ഡോണ്ട് ഈറ്റ് ടു മെനി ക്യാൻഡീസ്, യു വിൽ ഗെറ്റ് ക്യാവിറ്റീസ്. ഇനി ചായയൊക്കെ കുടിക്കാൻ കൊടുക്കുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ലേ അത് ഭയങ്കര ചൂടാണോ, അതിൽ ഊതുക, അത് ഊതി കുടിക്കുക എന്ന് പറയത്തില്ലേ? അതെങ്ങനെ പറയും? അത് ഭയങ്കര ചൂടാണോ എന്ന് ചോദിക്കാൻ ഇസ് ഇറ്റ് ടു ഹോട്ട് എന്ന് ചോദിക്കാം. ഇസ് ഇറ്റ് ടു ഹോട്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ചൂടാണോ എന്നുള്ള മീനിങ് ആണ്. ഇനി അതിൽ ഊതിയിട്ട് കുടിക്കുക എന്ന് പറയാൻ ബ്ലോ ഓൺ ഇറ്റ് ആൻഡ് ഡ്രിങ്ക്. ബ്ലോ ഓൺ ഇറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ബ്ലോ ഓൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് ഊതുക എന്നുള്ള മീനിങ് ആണ്. ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിക്കുക. സോ അത് ഊതിയിട്ട് കുടിക്കുക എന്ന് പറയാനാണ് ബ്ലോ ഓൺ ഇറ്റ് ആൻഡ് ഡ്രിങ്ക്. ഇനി കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പം ഇപ്പം പച്ചക്കറികളൊക്കെ ആണെങ്കിൽ അവർ സെലക്ട് ചെയ്തേ കഴിക്കുള്ളൂ. ചിലപ്പോൾ ഉരുളക്കിഴങ്ങ് കഴിക്കും, പക്ഷേ ബീട്രൂട്ട് കഴിക്കത്തില്ല. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിക്കുന്നവർക്ക് നമ്മൾ പിക്കി ഈറ്റർ എന്നാണ് പറയുന്നത്. സോ അങ്ങനെ ആകരുത് എന്ന് പറയാൻ ഡോണ്ട് ബി എ പിക്കി ഈറ്റർ എന്ന് പറയാം. ഡോണ്ട് ബി എ പിക്കി ഈറ്റർ. അതായത് ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിക്കുന്ന ഒരാളാകരുത് എന്നുള്ള മീനിങ് ആണ് ഡോണ്ട് ബി എ പിക്കി ഈറ്റർ. ഇനി കുട്ടികൾ കളിച്ചിട്ടൊക്കെ വരുമ്പം അവരാകെപ്പാടെ വേർത്തിട്ടായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ പറയത്തില്ലേ നിൻ്റെ മുഖമൊക്കെ കഴുകിയിട്ട് നീ ഡ്രസ്സ് മാറി വരാൻ പറയത്തില്ലേ? അതെങ്ങനെ പറയും? നീ മുഴുവൻ വേർത്തിട്ടാണ് എന്ന് പറയാം യു ആർ ഓൾ സ്വെറ്റി എന്ന് പറയാം. യു ആർ ഓൾ സ്വെറ്റി എന്ന് പറഞ്ഞാൽ നീ മുഴുവൻ വേർത്തിട്ടാണ് എന്നുള്ള മീനിങ് ആണ്. സ്വെറ്റ് എന്ന് പറഞ്ഞാൽ വിയർപ്പ് എന്നാണ്. യു ആർ ഓൾ സ്വെറ്റി എന്ന് പറഞ്ഞാൽ നീ മുഴുവൻ വേർത്തിട്ടാണ് എന്നുള്ള മീനിങ് ആണ്. ഇനി പോയി മുഖം കഴുകുക എന്നെങ്ങനെ പറയും? ഗോ വാഷ് യുവർ ഫേസ്. ഗോ വാഷ് യുവർ ഫേസ്. വാഷ് യുവർ ഫേസ് എന്ന് പറഞ്ഞാൽ മുഖം കഴുകുക എന്നുള്ള മീനിങ് ആണ്.
എന്നിട്ട് ഡ്രസ്സ് മാറുക എന്നെങ്ങനെയാണ് പറയുന്നത്? ആൻഡ് ഗെറ്റ് ചേഞ്ച്ഡ്. ഗെറ്റ് ചേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡ്രസ്സ് മാറുക എന്നുള്ള മീനിങ് ആണ്. ഗെറ്റ് ചേഞ്ച്ഡ്. അപ്പോൾ യു ആർ ഓൾ സ്വെറ്റി, ഗോ വാഷ് യുവർ ഫേസ് ആൻഡ് ഗെറ്റ് ചേഞ്ച്ഡ്. ഇനി കുട്ടികളെ പല്ല് തേപ്പിക്കാൻ കൊണ്ടുപോകുമ്പം നമ്മൾ പറയത്തില്ലേ പേസ്റ്റ് തുപ്പിക്കളയുക, വിഴുങ്ങരുത് എന്ന് പറയത്തില്ലേ? അതെങ്ങനെ പറയും? തുപ്പുക എന്ന് പറയാൻ സ്പിറ്റ് ഔട്ട് എന്ന് പറയാം. അപ്പോൾ സ്പിറ്റ് ഔട്ട് ദ ടൂത്ത് പേസ്റ്റ്, അത് വിഴുങ്ങരുത് എന്നെങ്ങനെ പറയും? വിഴുങ്ങുക എന്ന് പറയാൻ സ്വാളോ എന്നാണ് പറയുന്നത്. സോ ഡോണ്ട് സ്വാളോ ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് വിഴുങ്ങരുത് എന്നാണ് മീനിങ്. ഇനി കുട്ടികളൊക്കെ എന്തെങ്കിലും സഹായം നമുക്ക് ചെയ്തു തരുമ്പം നമ്മൾ അവരോട് താങ്ക്സ് പറയണം. എന്നാൽ മാത്രമേ ഉള്ളൂ അവർക്കും മറ്റുള്ളവരോട് താങ്ക്സ് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ പറയാം, എന്നെ സഹായിച്ചതിന് നന്ദി എന്നുള്ള രീതിയിൽ താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ ഔട്ട് എന്ന് പറയാം. താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ ഔട്ട്. ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കൊടുക്കുമ്പം ഒത്തിരി ഭക്ഷണം പ്ലേറ്റിൽ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഇനി ഒരുപാട് ഭക്ഷണം ബാക്കിയുണ്ട് പ്ലേറ്റിൽ, അത് മുഴുവൻ കഴിക്കുക എന്ന് പറയത്തില്ലേ? അതെങ്ങനെ പറയും? ഇനിയും ഒരുപാട് ഭക്ഷണം പ്ലേറ്റിൽ ബാക്കിയുണ്ട് എന്ന് പറയാൻ ദർ ഇസ് സ്റ്റിൽ ലോട്ട് ഓഫ് ഫുഡ് ലെഫ്റ്റ് ഓൺ യുവർ പ്ലേറ്റ്. There is still lot of food left on your plate. There is still lot of food എന്ന് പറഞ്ഞാൽ ഇനിയും ഒരുപാട് ഭക്ഷണം എന്നുള്ള മീനിങ് ആണ്. ലെഫ്റ്റ് ഓൺ യുവർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നിൻ്റെ പ്ലേറ്റിൽ ബാക്കിയുണ്ട് എന്നുള്ള മീനിങ് ആണ്. അത് മുഴുവൻ കഴിക്കുക എന്ന് പറയാൻ ഈറ്റ് ഇറ്റ് അപ്പ് എന്ന് പറയാം. ഈറ്റ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ കഴിക്കുക എന്നുള്ള മീനിങ് ആണ്. ഇനി നമ്മൾ കുട്ടികളോട് നിനക്ക് രാത്രിയിൽ എന്താണ് കഴിക്കാൻ വേണ്ടത് എന്ന് ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? വാട്ട് ഡു യു വോണ്ട് ഫോർ ഡിന്നർ? വാട്ട് ഡു യു വോണ്ട് ഫോർ ഡിന്നർ? അതായത് അത്താഴത്തിന് എന്താണ് വേണ്ടത് എന്നാണ് മീനിങ്. വാട്ട് ഡു യു വോണ്ട് ഫോർ ഡിന്നർ. ഇനി ഞാനത് ഇന്ന് രാത്രി നിനക്ക് ഉണ്ടാക്കി തരാമെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ വിൽ പ്രിപ്പയർ ഇറ്റ് ഫോർ യു ടു നൈറ്റ്. ഐ വിൽ പ്രിപ്പയർ ഇറ്റ് ഫോർ യു ടു നൈറ്റ്. ഐ വിൽ പ്രിപ്പയർ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് തയ്യാറാക്കാം എന്നുള്ള മീനിങ് ആണ്. ഫോർ യു എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി, ടു നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി. സോ ഞാൻ ഇന്ന് രാത്രി നിനക്കത് തയ്യാറാക്കി തരാം എന്ന് പറയാനാണ് ഐ വിൽ പ്രിപ്പയർ ഇറ്റ് ഫോർ യു ടു നൈറ്റ്. ഇനി നമ്മൾ കുട്ടികളോട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഡു യു വോണ്ട് മീ ടു ഡു ദാറ്റ് ഫോർ യു? ഡു യു വോണ്ട് മീ ടു ഡു ദാറ്റ് ഫോർ യു എന്ന് പറഞ്ഞാൽ ഡു യു വോണ്ട് എന്ന് ചോദിച്ചാൽ നിനക്ക് വേണോ, നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള മീനിങ് ആണ്. മീ ടു ഡു ദാറ്റ് ഫോർ യു എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്കത് ചെയ്തു തരണമെന്ന് എന്നുള്ള മീനിങ് ആണ്. സോ ഡു യു വോണ്ട് മീ ടു ഡു ദാറ്റ് ഫോർ യു. ഇനി നീ അത് സ്വയം ചെയ്യുമോ എന്ന് ചോദിക്കണമെങ്കിലോ? വിൽ യു ഡു ഇറ്റ് യുവർ സെൽഫ്? വിൽ യു ഡു ഇറ്റ് യുവർ സെൽഫ്? യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വയം എന്നുള്ള മീനിങ് ആണ്, നീ തന്നെ. അപ്പോൾ നീ തന്നെ അത് ചെയ്യുമോ എന്ന് ചോദിക്കാനാണ് വിൽ യു ഡു ഇറ്റ് യുവർ സെൽഫ്. ഇനി കുട്ടികളോട് നമ്മൾ പറയത്തില്ലേ കുളിക്കാനുള്ള സമയമായി, ബാത്റൂമിൽ കയറ് എന്ന് പറയത്തില്ലേ? അതെങ്ങനെ പറയും? ഇറ്റ്സ് ടൈം ടു ടേക്ക് എ ബാത്ത്. കുളിക്കാനുള്ള സമയമായി എന്ന് പറയാൻ ഇറ്റ്സ് ടൈം ടു ടേക്ക് എ ബാത്ത്. ബാത്റൂമിനകത്ത് കയറൂ എന്നെങ്ങനെ പറയും? ഗെറ്റ് ഇൻ ദ ബാത്റൂം. ഗെറ്റ് ഇൻ ദ ബാത്റൂം. ഗെറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ അകത്ത് കയറുക എന്നുള്ള മീനിങ് ആണ്. സോ ഇറ്റ്സ് ടൈം ടു ടേക്ക് എ ബാത്ത്, ഗെറ്റ് ഇൻ ദ ബാത്റൂം. ഇനി പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഞാൻ നിൻ്റെ മുടി ചീകിയിട്ട് കെട്ടിത്തരാം, നീ ഒന്ന് ഒരു മിനിറ്റ് അടങ്ങി നിൽക്കാമോ എന്ന് ചോദിക്കത്തില്ലേ? അതെങ്ങനെ ചോദിക്കും? ഞാൻ നിൻ്റെ മുടി ചീകട്ടെ എന്ന് ചോദിക്കാൻ ലെറ്റ് മീ കോം യുവർ ഹെയർ. ലെറ്റ് മീ കോം യുവർ ഹെയർ. കോം യുവർ ഹെയർ എന്ന് പറഞ്ഞാൽ മുടി ചീക എന്നുള്ള മീനിങ് ആണ്. അത് കെട്ടുക എന്നെങ്ങനെയാണ് പറയുന്നത്? ടൈ ഇറ്റ് അപ്പ്. ലെറ്റ് മീ കോം യുവർ ഹെയർ ആൻഡ് ടൈ ഇറ്റ് അപ്പ്. ഞാൻ നിൻ്റെ മുടി ചീകി കെട്ടിത്തരട്ടെ എന്നുള്ള മീനിങ് ആണ്. ഇനി നീ ഒരു നിമിഷം അടങ്ങി നിൽക്കുമോ എന്നെങ്ങനെ ചോദിക്കും? അടങ്ങി നിൽക്കുക എന്ന് പറയുന്നത് സ്റ്റേ സ്റ്റിൽ എന്നാണ്. അപ്പോൾ ക്യാൻ യു സ്റ്റേ സ്റ്റിൽ ഫോർ എ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ നീ ഒരു നിമിഷം ഒന്ന് അടങ്ങി നിൽക്കുമോ എന്നാണ് മീനിങ്. ക്യാൻ യു സ്റ്റേ സ്റ്റിൽ ഫോർ എ മൊമെൻറ്റ്. ഇനി ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ ടി വി ഓഫ് ചെയ്തിട്ട് പോയി ഹോംവർക്ക് ചെയ്യുക. അതെങ്ങനെ പറയും? ടേൺ ഓഫ് ദ ടി വി ആൻഡ് ഡു യുവർ ഹോംവർക്ക്. ടേൺ ഓഫ് ദ ടി വി ആൻഡ് ഡു യുവർ ഹോംവർക്ക്. ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. സോ ടി വി ഓഫ് ചെയ്യുക എന്ന് പറയാനാണ് ടേൺ ഓഫ് ദ ടി വി. ഇനി ഹോംവർക്ക് ചെയ്യുക എന്നെങ്ങനെയാണ് പറയുന്നത്? ഡു യുവർ ഹോംവർക്ക്. സോ ടേൺ ഓഫ് ദ ടി വി ആൻഡ് ഡു യുവർ ഹോംവർക്ക്. ഇനി നമ്മളിപ്പം കടയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കടയിലേക്ക് പോവുകയാണ്, നീ എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിക്കത്തില്ലേ? അതെങ്ങനെ പറയും? ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ എന്നെങ്ങനെ പറയും? ഐ എം ഗോയിങ് ടു ദ സൂപ്പർ മാർക്കറ്റ് ടു ഗെറ്റ് സം ഗ്രോസറീസ്. ഐ എം ഗോയിങ് ടു ദ സൂപ്പർ മാർക്കറ്റ് ടു ഗെറ്റ് സം ഗ്രോസറീസ്.
നീ എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ വരണോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു വോണ്ട് ടു കം വിത്ത് മീ, ഡു യു വോണ്ട് ടു കം വിത്ത് മീ, ഐ എം ഗോയിങ് ടു ദ സൂപ്പർ മാർക്കറ്റ് ടു ഗെറ്റ് സം ഗ്രോസറീസ്, ഡു യു വോണ്ട് ടു കം വിത്ത് മീ. ഇനി രാത്രി ഒത്തിരി ലേറ്റായി കഴിയുമ്പം ഉറങ്ങിയില്ലെങ്കിൽ അമ്മമാർ പറയത്തില്ല, അയ്യോ രാത്രി 10 മണിയായി നമുക്ക് ഉറങ്ങാൻ പോകാം, അമ്മയ്ക്ക് രാവിലെ എഴുന്നേക്കാനുള്ളതാ. അതെങ്ങനെ പറയും? ഇറ്റ്സ് 10 o'clock ഓൾറെഡി, ലെറ്റ്സ് ഗോ ടു സ്ലീപ്പ്. അതായത് ഇതിനകം 10 മണിയായി, നമുക്ക് ഉറങ്ങാൻ പോകാം എന്നുള്ള മീനിങ് ആണ്. ഇറ്റ്സ് 10 o'clock ഓൾറെഡി, ലെറ്റ്സ് ഗോ ടു സ്ലീപ്പ്. ഗോ ടു സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പോകുക എന്നുള്ള മീനിങ് ആണ്. ഇനി അമ്മയ്ക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതുണ്ട് എന്നെങ്ങനെ പറയും? അമ്മ ഹാസ് ടു വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അമ്മ ഹാസ് ടു വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഏർലി ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ എന്നുള്ള മീനിങ് ആണ്. സോ ഇറ്റ്സ് 10 o'clock ഓൾറെഡി, ലെറ്റ്സ് ഗോ ടു സ്ലീപ്പ്. അമ്മ ഹാസ് ടു വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.